Hi everyone, welcome to She Talks. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ MCOMലെ ഫോർത്ത് സെമ്മിലെ സബ്ജക്റ്റായ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതിലെ തന്നെ അഞ്ചാമത്തെ മൊഡ്യൂളായ ട്രാൻസ്ഫർ പ്രൈസിംഗ് ആണ്. ഞാൻ ഫോളോ ചെയ്യുന്നത് കല്യാണി പബ്ലിഷിന്റെ ബുക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്താണ്? ട്രാൻസ്ഫർ പ്രൈസിംഗ് നമുക്കറിയാലോ, ഒരു ഓർഗനൈസേഷനുള്ളിൽ തന്നെ സെഗ്മെന്റ്സ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഡിവിഷൻസ് ഉണ്ട്. അതിന് വേണമെങ്കിൽ സബ് യൂണിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രൊഡക്റ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു സർവീസ് ആയിരിക്കും. അപ്പൊ ഇവർ തമ്മിൽ ഒരു ഇന്റേണൽ ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്. ആ ട്രാൻസ്ഫറിന് കൃത്യമായിട്ട് ഒരു എമൗണ്ട് ഇവർ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നടത്തുന്ന ട്രാൻസ്ഫറിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ പ്രൈസിങ്. ഇതൊരിക്കലും കസ്റ്റമേഴ്സിന് കൊടുക്കുന്നില്ല, ഈ സെയിൽ നടക്കുന്നില്ല. ഇത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് തമ്മിലൊരു ട്രാൻസ്ഫർ ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഈ ഗുഡ്സും സർവീസും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിന് അത് ഔട്ട്പുട്ട് ആണെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന് അത് ഇൻപുട്ടാണ്. അതുപോലെ തന്നെ ഇത് വിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റിന് ഇൻകം കിട്ടും ചെയ്യും, വാങ്ങിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന് ഇതൊരു ചെലവും കൂടിയാണ്. ഇതാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ട്രാൻസ്ഫർ പ്രൈസിംഗിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ രണ്ട് ഡിവിഷൻസ് ഉണ്ട്, ഒരു ഓർഗനൈസേഷന് എയും ബിയും. ഇത് എവിടെ എ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പാർട്ടി, ബി എന്ന് പറഞ്ഞാൽ ബൈയിങ് പാർട്ടിയാണ്. ഇവിടെ ട്രാൻസ്ഫർ പ്രൈസ് അതുകൊണ്ട് ഒന്നും കാണിച്ചില്ല. എക്ക് ഉണ്ടാക്കാൻ വന്ന ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വന്നൊരു ചിലവ് എന്ന് പറഞ്ഞാൽ 30 രൂപയും. അതുപോലെ തന്നെ ഡിവിഷനായിട്ട് അഡീഷണൽ ആയിട്ട് പ്രോഫിറ്റ് ചേർത്തേക്കുന്നത് 20 രൂപ. മൊത്തമായിട്ട് ട്രാൻസ്ഫർ ചെയ്തത് 50 രൂപയ്ക്കാണ്. പ്രോഫിറ്റ് പ്ലസ് ഓൺ കോസ്റ്റ്. ബി വാങ്ങിച്ചത്, ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് എയുടെ കയ്യിൽ നിന്ന് 50 രൂപയ്ക്ക് വാങ്ങിച്ചു. അതിൽ പിന്നീട് അഡീഷണൽ ആയിട്ട് അവർക്ക് വന്ന ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 രൂപ. പിന്നീട് ഡിവിഷണൽ ആയിട്ട് അവർ പ്രോഫിറ്റ് ചെയ്തേക്കുന്നത് 20 രൂപ. മൊത്തമായിട്ട് പിന്നീട് അവർക്ക് ഉണ്ടായ ഫൈനൽ പ്രൊഡക്റ്റിന് 90 രൂപയാണ്. ഇതാണ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അവർ ചാർജ് ചെയ്യുന്നത് എമൗണ്ട്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്. ഇത് 1 weightനും 5 weightനും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ടു ഇവാലുവേറ്റ് ദ കറന്റ് പെർഫോമൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ യൂണിറ്റ്. നമുക്കറിയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ കറന്റ് പെർഫോമൻസും പ്രോഫിറ്റബിലിറ്റിയും കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് ടു ഇംപ്രൂവ് ദ പ്രോഫിറ്റ് പൊസിഷൻസ്. നമ്മൾ പറഞ്ഞു പെർഫോമൻസും പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റ് പൊസിഷനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ് ടു അസിസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. കൃത്യമായിട്ട് ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ഫോർ അക്യുറേറ്റ് എസ്റ്റിമേഷൻ ഓഫ് ഏർണിംഗ് ഓൺ പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് കുറഞ്ഞ സ്ക്വയർ റിസോഴ്സസ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്താൽ അവരത് മേടിക്കും. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഏൺ ചെയ്യാൻ പറ്റും ആ ഡിപ്പാർട്ട്മെന്റിന്. അടുത്ത പോയിന്റ് ടു അലോക്കേറ്റ് പ്രോഫിറ്റ് ഓഫ് എ മൾട്ടിനാഷണൽ ബിസിനസ്. ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ രാജ്യങ്ങളിലൊക്കെയാണ് ഈ മൾട്ടിനാഷണൽ ബിസിനസ് ആണെങ്കിൽ അപ്പൊ അവരുടെ പ്രോഫിറ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് ടു മേക്ക് ഇൻഡിപെൻഡന്റ് ആൻഡ് ബെറ്റർ ഡിസിഷൻ. മാനേജേഴ്സിന് കൃത്യമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ബെറ്റർ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അടുത്ത ഏഴാമത്തെ പോയിന്റ് ഗോൾ കോൺഫറൻസ്. ഇതോടെ പറഞ്ഞത് 1 weightന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ കുറേ ട്രാൻസ്ഫർ എടുക്കുമ്പോൾ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പം നമ്മുടെ കോപ്പറേറ്റീവ് ഗോൾസ്, നമ്മുടെ കമ്പനിയുടെ ഗോളിൽ നിന്ന് വിട്ടു പോകാതിരിക്കുക. മാക്സിമം അലൈൻമെന്റ് എടുത്ത് നമ്മുടെ ഗോളും നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസും പ്രോഫിറ്റും ഒക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കോൾ കോൺഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഒബ്ജക്റ്റീവ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്. മെത്തേഡ്സ് ഫോർ ഡിറ്റർമൈനിങ് ട്രാൻസ്ഫർ പ്രൈസ്. ഒരു ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കാൻ 3 മെത്തേഡ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസ്, മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസ്, നെഗോഷിയേറ്റഡ് ട്രാൻസ്ഫർ പ്രൈസസ്. കോസ്റ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസ് ഒന്നും കൂടി ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ കോസ്റ്റ്, കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ലംസം ചാർജ്, വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് അപ്രോച്ച്, ഡ്യുവൽ ട്രാൻസ്ഫർ പ്രൈസസ്. ഫുൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്രയാണോ നമുക്ക് പ്രൊഡക്ഷൻ വന്നൊരു കോസ്റ്റ്, അത് ഉണ്ടാക്കാനായിട്ട് വന്ന കോസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. രണ്ടാമത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റിന്റെ ഒപ്പം നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു പ്രോഫിറ്റും കൂടി അവർ ആഡ് ചെയ്യും, അതായിരിക്കും നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് പ്ലസ് ലംസം ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസിന്റെ ഉള്ളിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും, അതുപോലെ ലംസം ചാർജ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിന്റെ ഒരു ചെറിയ പോർഷനും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ഉള്ള എമൗണ്ട് ആണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തത് വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമുക്ക് വേരിയബിൾ കോസ്റ്റ് അതിന്റെ ഒപ്പം തന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച്.
മാർജിനൽ കോസ്റ്റ് അപ്രോച്ചിൽ മൊത്തം വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും നമുക്ക് ഉള്ളത്. അതായിരിക്കും നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. ഡ്യുവൽ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത് സപ്ലൈ ആയിട്ട് മാക്സിമം പ്രൈസിൽ കൊടുക്കും, അതുപോലെ തന്നെ റിസീവ് ചെയ്തിട്ട് മിനിമം കോസ്റ്റിലായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ ഒരു കോപ്പറേഷൻ ഉണ്ടാവും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ. അതാണ് ഡ്യുവൽ ട്രാൻസ്ഫർ പ്രൈസസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസ്. ഇവിടെ മാർക്കറ്റിൽ ബേസ്ഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. മാർക്കറ്റ് നോക്കിയിട്ട് എങ്ങനെയാണ്, കൂടുതലാണോ കുറവാണോ, അതിനനുസരിച്ചായിരിക്കും ട്രാൻസ്ഫർ പ്രൈസ് ഓൾറെഡി ഫിക്സ് ചെയ്തു. നെഗോഷിയേറ്റഡ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് ഒരു പോളിസീസും ഗൈഡ് ലൈൻസും ഉണ്ടാവും ട്രാൻസ്ഫർ പ്രൈസ് എങ്ങനെ സെറ്റ് ചെയ്യണത്, അതിനനുസരിച്ചായിരിക്കും ട്രാൻസ്ഫർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതാണ് നെഗോഷിയേറ്റഡ് ട്രാൻസ്ഫർ പ്രൈസ്. ഇതാണ് 3 മെത്തേഡ്സ് പറയുന്നത് ട്രാൻസ്ഫർ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്. ഇമ്പാക്ട് ഓഫ് ട്രാൻസ്ഫർ പ്രൈസസ്. നമുക്കറിയാലോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ചാർജ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ട്രാൻസ്ഫർ പ്രൈസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റും എഫക്റ്റും ഒക്കെ ഡിപ്പാർട്ട്മെന്റ് വൈസ് തന്നെ വ്യത്യസ്തമായിരിക്കും. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് പെർഫോമൻസ് ഇവാലുവേഷൻ. നമുക്കറിയാലോ ഒരു ഡിപ്പാർട്ട്മെന്റ് സക്സസ് ആണെന്ന് നോക്കുന്നത് അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും റെസിഡൽ ഇൻകം വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഹൈ റെസിഡൽ ഇൻകം ഉണ്ടാകാം, മറ്റേ ഡിപ്പാർട്ട്മെന്റിന് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ഹൈ ആയിരിക്കാം. അപ്പോൾ ഇവർ തമ്മിൽ പെർഫോമൻസ് വാല്യുവേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുമ്പോൾ അവർക്ക് ഈ പെർഫോമൻസ് വാല്യുവേഷന് അത്ര തൃപ്തി തോന്നില്ല. രണ്ടാമത്തെ പോയിന്റ് മേക്ക് ഓർ ബൈ ഡിസിഷൻസ്. നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫർ നടത്തുമ്പോൾ ഒരു ഹൈ എമൗണ്ട് ഒരു പ്രൈസ് അവർ ഈടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതാണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ട്രാൻസ്ഫർ പ്രൈസിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ചാർജ് ചെയ്യുന്നത് ഹൈ എമൗണ്ടാണ്, മറ്റേ ഡിപ്പാർട്ട്മെന്റിന് അത് എത്ര മേടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ അത് പുറത്തുനിന്ന് മേടിക്കാൻ നോക്കും ചീപ്പർ എമൗണ്ടിന്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ആ ക്വാളിറ്റി സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയലിന് അത്ര ഉണ്ടാവില്ല. മൂന്നാമത്തെ പോയിന്റ് പെർഫോമൻസ് റിലേറ്റഡ് പോയിന്റ്. നമുക്കറിയാം നമ്മുടെ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് എംപ്ലോയീസിന് സാലറിയുടെ ഇതും കൂടും, ആ സിസ്റ്റം ഫോളോ ചെയ്യണമെങ്കിൽ. അപ്പം ബാക്കി പ്രോഫിറ്റ് ഇല്ലാത്ത എംപ്ലോയീസിന് അത്ര സാലറി കിട്ടുകയില്ല. അപ്പം അവർ അതൊരു അൺഫെയർ ആയിട്ട് തോന്നും, അവർക്ക് ഇത്ര സാലറി കിട്ടാതെ അവർ ഡീമോട്ടിവേറ്റഡ് ആവും. മൂന്നാമത്തെ മോട്ടിവേഷൻ. നമുക്കറിയാലോ നമ്മുടെ ഡിവിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും എയിം എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് പ്രോഫിറ്റ് കൂട്ടണമെന്നാണ്. അപ്പോൾ അവർ പ്രോഫിറ്റ് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ഹൈ മോട്ടിവേറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാകാൻ നോക്കും. ഇപ്പൊ ഒന്നും കിട്ടാത്ത അവർ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഇമ്പോസിബിൾ ആണ് അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസ് ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആവും. അടുത്ത പോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ. നമുക്കറിയാലോ ട്രാൻസ്ഫർ പ്രൈസ് ആണ് ക്യാഷ് ഫ്ലോ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ട്രാൻസ്ഫർ പ്രൈസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ആ ക്യാഷ് ഇൻഫ്ലോയിലും വ്യത്യാസം വരും. അപ്പൊ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ഡിപ്പെൻഡ് ചെയ്യണത് ട്രാൻസ്ഫർ പ്രൈസിലാണെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ടാക്സേഷൻ ആൻഡ് പ്രോഫിറ്റ് റെമിറ്റൻസ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് മൾട്ടിനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവിടെ ടാക്സേഷനും പ്രോഫിറ്റും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിലും വ്യത്യാസം വരും. ഇതാണ് ഇമ്പാക്ട് ഓഫ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് റിലേറ്റഡ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ സ്പെയർ കപ്പാസിറ്റി അവൈലബിൾ ആയിട്ടുള്ള കേസായിട്ടാണ് തന്നേക്കുന്നത്. ഒരു കമ്പനിക്ക് 2 ഡിവിഷൻസ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഇവർ പ്രൊഡ്യൂസ് ചെയ്യണത് 3 പ്രൊഡക്റ്റ് ആണ്, എ, ബി ആൻഡ് സി. ഇവിടെ ഡേറ്റ പെർ യൂണിറ്റ് ആണ് തന്നേക്കണത്, മാർക്കറ്റ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ, അതുപോലെ മാക്സിമം സെയിൽ പൊട്ടൻഷ്യൽ. ഇവിടെ ഡിവിഷൻ വൈ ഡിമാൻഡ് ചെയ്തേക്കുന്നത് 600 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ബി ആണ്. അപ്പം ഡിവിഷൻ എക്സ് പറഞ്ഞു എനിക്ക് അത്രയും സപ്ലൈ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ച്, അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സിമിലർ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറഞ്ഞു. എത്ര റുപ്പീസിന്? 224 യൂണിറ്റ് പെർ യൂണിറ്റിന് മേടിക്കാൻ പറഞ്ഞു. നമ്മുടെ അടുത്ത് റിക്വയർഡ് ചെയ്തേക്കണത് വാട്ട് ഷുഡ് ബി ദ ട്രാൻസ്ഫർ പ്രൈസ്. നമുക്ക് ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ 600 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ബിക്ക്. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ടോട്ടൽ ഡയറക്റ്റ് ലേബർ അവേഴ്സ് റിസ്ട്രിക്റ്റഡ് ചെയ്തിട്ടുണ്ട് എക്സിന്റെ 15,000. അപ്പൊ അങ്ങനെയാണ് ട്രാൻസ്ഫർ പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട് 214, 213, 200. എന്നിട്ട് ലെസ് വേരിയബിൾ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 168, 120, 140. അതിന് കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി 72, 110, 16. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ലേബർ അവേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ ഡയറക്റ്റ് ലേബർ അവേഴ്സ് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് റാങ്ക് ചെയ്യുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് റാങ്ക് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ്
സി ബി പ്രൊഡക്ടിവിറ്റി. മാക്സിമം സെയിൽസ് എത്രയാണ് നമുക്ക്? ബിയിൽ വന്നേക്കുന്നത് 1000 ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 600, 1600 അവേഴ്സ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ് മൊത്തം പ്രൊഡക്ഷൻ വന്നേക്കുന്നത്? നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നത് ഇത്രയാണ്, 1000, 600, 1600. അപ്പോൾ നമ്മൾ എത്ര അവേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇൻറ്റു ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്താൽ മതി. മാക്സിമം സെയിൽസ് ഇൻറ്റു ഹവേഴ്സ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവേഴ്സ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എത്ര മൊത്തം അവേഴ്സ് ഉള്ളത്? 15,000 അവേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. അതിൽ നിന്ന് 5000 പോയി ബിയുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. പിന്നെ വന്നേക്കണത് എത്രയാ? ബാക്കി വന്നത് 8200 മീൻസ് 15000 മൈനസ് 1800. അതിൽ നിന്ന് 8200 നിന്ന് പിന്നെ നമുക്ക് 6200 പോയി. അപ്പോൾ ബാക്കി വന്നത് 1800 അവേഴ്സ് ഉള്ളൂ നമുക്ക് ബാലൻസ് അവേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും യൂസ് ചെയ്തിട്ട് അവേഴ്സ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് എത്ര ബാലൻസ് അവേഴ്സ് വന്നിട്ടുണ്ട്? 1800 അവേഴ്സ് നമ്മുടെ കയ്യിൽ ബാലൻസ് വന്നു ഡിവിഷൻ എക്സിന്റെ കയ്യിൽ. നമുക്ക് ഇനി 600 യൂണിറ്റ്സ് വൈ ഡിമാൻഡ് ചെയ്തപോലെ ഉണ്ടാക്കാൻ പറ്റില്ലേ? ആ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയണം. അപ്പോൾ എക്സിന് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം നമ്മൾ അറിയണം. 1800 സ്പെയർ അവേഴ്സിൽ എത്ര രൂപയാണ് ഒരു പ്രൊഡക്റ്റ് ബി ഉണ്ടാക്കാൻ തന്നെ ചെലവ് എന്ന് പറയുന്നത്? 5 രൂപയല്ലേ? പെർ യൂണിറ്റിന് 5 രൂപയാണ് നമുക്ക് ചെലവ് വരുന്നത്. അപ്പോൾ 1800 അവേഴ്സ് ഡിവൈഡഡ് ബൈ 5 പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 360 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ബി ഉണ്ടാക്കാൻ സാധിക്കും എക്സിന്. അപ്പോൾ വൈ എത്ര ഡിമാൻഡ് ചെയ്തേക്കണത്? 600 യൂണിറ്റ്സ് ആണ് നമ്മൾ ഡിമാൻഡ് ചെയ്തേക്കണത്. എന്നാലും കുഴപ്പമില്ല, 360 യൂണിറ്റ്സ് നമുക്ക് ഉണ്ടാക്കി തന്നു ഒരു പ്രൊഡക്റ്റിൽ. അപ്പോൾ എത്ര? 600 മൈനസ് 260 യൂണിറ്റ്സ്. അപ്പോൾ ബാലൻസ് വന്നേക്കണ ഇനി ബൈക്ക് കിട്ടാനുള്ള യൂണിറ്റ്സ് എത്രയാ? 240 യൂണിറ്റ്സ് ഇനിയും കിട്ടാനുണ്ട്. അപ്പോൾ ഈ 240 യൂണിറ്റ്സിന് എത്ര ലേബർ അവേഴ്സ് വരും നമുക്ക്? 240 യൂണിറ്റ്സ് എത്ര ചെലവ് തന്നെ? 5 ഹവേഴ്സ് പെർ യൂണിറ്റ്. ടോട്ടൽ അവേഴ്സ് നമുക്ക് വേണ്ടത് 1200 അവേഴ്സ് വേണം. ഇനിയും വേണം ഈ ബാലൻസ് 240 യൂണിറ്റ്സ് ഉണ്ടാക്കാനായിട്ട്. നമുക്കറിയാം നമ്മൾ ഓപ്പർച്യൂണിറ്റി കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു. ഇത് ഏത് പ്രൊഡക്റ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബിയുടെ പ്രൊഡക്റ്റ് എടുത്തത്? എയുടെ പ്രൊഡക്റ്റ് അല്ലേ? ബാലൻസ് അവേഴ്സ് വന്നത് എയിലാണ്. അപ്പോൾ എത്ര രൂപയാണ് നമുക്ക് വന്നേക്കണ ചെലവ്? അതിൻ്റെ വേണ്ടാന്ന് വെച്ച കോസ്റ്റ് ചെയ്താ 18 രൂപ. അപ്പോൾ നമുക്ക് മിനിമം ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് എത്രയാണ് പ്രൊഡക്റ്റ് ബിക്ക് വന്നത്? 600 യൂണിറ്റ്സ് ഇൻറ്റു 120. എത്രയാ? നമുക്ക് 120 പ്രൊഡക്റ്റ് ബിയുടെ വേരിയബിൾ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 600 യൂണിറ്റ്സ് ഇൻറ്റു 72,000. നമുക്ക് വേണ്ടാന്ന് വെച്ച കോസ്റ്റ് എത്രയാ? 1200 അവേഴ്സ് വന്നു. അത് എത്ര രൂപയ്ക്കാ? 18 രൂപയ്ക്ക് കിട്ടാതെ വന്നത് കോൺട്രിബ്യൂഷൻ ലോസ്റ്റ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുക 93,600. നമ്മൾക്ക് ഇത് റിക്കവർ ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 93,600 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സിന്? അത് 600 യൂണിറ്റ്സ്. ഒരു ട്രാൻസ്ഫർ പ്രൈസിന് ഒരു യൂണിറ്റിന് ചാർജ് ചെയ്യേണ്ടത് 156 രൂപയാണ്. ഇതാണ് ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ ആ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്ഫർ പ്രൈസിന്റെ ഒരു പ്രോബ്ലം കൂടി ചെയ്തു നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നമുക്കിവിടെ സാബ ലിമിറ്റഡ് ഫിക്സസ് ദി ഇന്റർനാഷണൽ ഡിവിഷൻ ട്രാൻസ്ഫർ പ്രൈസ് ഫോർ ഇറ്റ്സ് പ്രൊഡക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് കോസ്റ്റ് പ്ലസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ഡിവിഷൻസ്. നമുക്കിവിടെ സാബ ലിമിറ്റഡിന്റെ ആണ് തന്നേക്കുന്നത്. ഇന്റർ ഡിവിഷണൽ ട്രാൻസ്ഫർ പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ. അതിനോടൊപ്പം തന്നെ ഇത് ബേസ് ആയിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞത് കോസ്റ്റ് പ്ലസ് അതിനോടൊപ്പം തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് മീൻസ് പ്രോഫിറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫോർ ഡിവിഷൻ എക്സ് ഫോർ 2019-20 എന്നാ പറഞ്ഞേക്കണത്. ഇവിടെ തന്നിട്ടുണ്ട് ഡിവിഷൻ എക്സിന്റെ ബഡ്ജറ്റും തന്നിട്ടുണ്ട്. നമുക്ക് ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട്, കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട്, ഡിപ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, ആനുവൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ബഡ്ജറ്റഡ് വോളിയം തന്നിട്ടുണ്ട്, ഡിസൈഡ് ആർഒയും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ പ്രൈസ് എക്സിന്റെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണത് ഡിവിഷൻ എക്സിന്റെ. അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റും കണ്ടുപിടിക്കണം, പ്രോഫിറ്റും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാം ആദ്യം. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് അതിനുള്ള സാധനങ്ങളൊക്കെ തന്നുകൊണ്ട് നോക്കുക. ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 8 ലക്ഷം, ഡയറക്റ്റ് ആയിട്ട് എഴുതുക. നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നെയാണ് 10 രൂപ. നമുക്ക് എത്ര യൂണിറ്റ് ഉണ്ടാക്കണം? 4 ലക്ഷം യൂണിറ്റ് ഉണ്ടാക്കണം പെർ ഇയർ. അപ്പോൾ ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8 ലക്ഷം പ്ലസ് 40 ലക്ഷം, 48 ലക്ഷം കിട്ടിയില്ലേ? അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് കിട്ടി. നമുക്ക് ഇനിയും എന്താ കിട്ടുന്നത്? അടുത്തത് പ്രോഫിറ്റ്. നമുക്ക് എത്ര പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നിട്ടില്ല. ഡിസൈഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയിൽ ഇത്ര ശതമാനമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസൈഡ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്
ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്. അപ്പം ഇത് 3 ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇത്ര ശതമാനമാണ് പ്രോഫിറ്റ്. അപ്പോൾ 28%, 10 ലക്ഷത്തിൻ്റെ 28,00,000 2,80,000 ആണ് നമുക്ക് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണോ ഡയറക്റ്റ് പ്രോഫിറ്റ് അപ്പോൾ എത്തിയാൽ നമുക്ക് 48 ലക്ഷം പ്ലസ് 2,80,000 എത്രയാണ് നമുക്ക് വേണ്ടത് പെർ യൂണിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിവൈഡ് ചെയ്യുക 4 ലക്ഷം = 12.70 ആണ് പെർ യൂണിറ്റ് ആണ് ട്രാൻസ്ഫർ പ്രൈസ് എന്ന് പറയുന്നത്.